കൊല്ലം ചിതറയിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘം പിടിയിൽ. ബാലരാമപുരം സ്വദേശി രമ്യ, ചിറയൻകീഴ് സ്വദേശി സജിത്, കണ്ണനല്ലൂർ സ്വദേശി ഷമീർ എന്നിവരാണ് പിടിയിലായത്. നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ ഇവർ കോടികൾ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മുക്കുപണ്ടം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായവരാണ് അറസ്റ്റിലായ മൂന്നംഗ സംഘം. തട്ടിപ്പ് നടത്തുന്നതിന് മുന്നേ സ്വകാര്യ പണമിടപാട് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തുകയും ആ പ്രദേശത്തെ പേരുൾപ്പെടുത്തിക്കൊണ്ട് വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുകയാണ് സംഘത്തിന്റെ ആദ്യപണി. അതിനുശേഷം കേസിലെ പ്രതിയായ രമ്യ സ്ഥാപനത്തിലെത്തി പരിചയം സ്ഥാപിച്ചെടുത്ത ശേഷം തട്ടിപ്പ് നടത്തും. കഴിഞ്ഞ ജനുവരിയിലാണ് മുക്കുപണ്ടം തട്ടിപ്പ് കേസിൽ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും രമ്യ പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ചിതറ, കടക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ 4ഓളം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും മുക്കുപണ്ടം പണയപ്പെടുത്തി 30 ലക്ഷത്തോളം രൂപ രമ്യയും യുവാക്കളും അടങ്ങുന്ന തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. പരിശോധനയിൽ ഒരു ആധാർ ഉപയോഗിച്ചിട്ടുണ്ട്. ആധാറിൻ്റെ ഇത് നോക്കിയപ്പോൾ ഒരു വ്യാജ ആധാറെന്ന് മനസ്സിലായി. ഇവർക്ക് അടൂര്, ശക്തികുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേസുള്ളതായിട്ട് മനസ്സിലായി. കൂടുതൽ അന്വേഷണത്തിൽ ഈ രമ്യ ജനുവരിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇവരായിട്ട് അന്വേഷണത്തിൽ ഒരു വലിയൊരു തട്ടിപ്പ് സംഘമാണെന്ന് മനസ്സിലായി. അതിൽ കൂടുതൽ ഇപ്പോൾ 4-5 പേരും കൂടെ ഉണ്ട്. ചിതറയിലെ ഫിനാൻസ് സ്ഥാപന ഉടമയാണ് പ്രതികളെ തന്ത്രപരമായി കുടുക്കിയത്. ഫിനാൻസ് ഉടമ ആധാർ കാർഡിന്റെ അഡ്രസ് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അഡ്രസ്സിൽ ആരും താമസമില്ലെന്നുള്ള വിവരം അറിയുന്നത്. തുടർന്ന് പണയം വെച്ച ഉരുപ്പടികൾ കടക്കൽ ജുവലറിയിൽ എത്തിച്ച് മുറിച്ചു നോക്കിയപ്പോഴാണ് എല്ലാം മുക്കുപണ്ടമാണെന്ന വിവരം ഫിനാൻസ് ഉടമ അറിയുന്നത്. തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മുക്കുപണ്ട തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളാണിവരെന്നും സമാനമായ നിരവധി കേസുകളിൽ പ്രതികളാണിവരെന്നും കണ്ടെത്തി. തുടർന്ന് മൂന്നംഗ സംഘത്തെ പിടികൂടുകയായിരുന്നു. വ്യാജ സ്വർണ്ണാഭരണം പ്രതികൾക്ക് നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.